വാർത്തകൾ തുടരുന്നു. NES കായലോര ടൂറിസം ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ NES ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരത്തിന് നടി മഞ്ജു വാര്യർ അർഹയായി. ഈ മാസം 20 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുരസ്കാര വിതരണം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ശിവൻ കണ്ണോളി, VH വലപ്പാട്, സംവിധായകൻ സിദ്ദിഖ് ഷമീർ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ അറിയിച്ചു. പ്രമുഖ വ്യവസായി പത്മശ്രീ MA യൂസഫ് അലി മഞ്ജു വാര്യർക്ക് പൊന്നാട അണിയിക്കും. സംവിധായകൻ കമൽ, എബ്രഹാം ലിങ്കൺ, തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് കുടുംബസംഗമം നടത്തി. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ C. ജോസഫ് ജോൺ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായിട്ട് എന്താണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ലയൺസ് ക്ലബ്ബായിട്ടാണ് ലയൺസ് ക്ലബ്ബ് പെരിഞ്ഞനത്തിനെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടും ഓരോ വർഷം ചെല്ലുന്തോറും പെരിഞ്ഞനം ലയൺസ് ക്ലബിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദീഭവിച്ചിട്ടുള്ള പ്രവർത്തന സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായിട്ട് തന്നെ പെരിഞ്ഞനം ലയൺസ് ക്ലബിന് ഇവിടെ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഉയർന്ന നിലയിൽ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ പ്രസ്ഥാനമാകുമ്പോൾ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള പല പ്രോഗ്രാംസും പ്രോജക്ട്സ് ഉണ്ട്. ഒരു ഡിസ്ട്രിക്ട് ഗവർണർ പറയുന്നതായിട്ടുള്ള ചില പ്രോജക്ട്സും പ്രോഗ്രാംസ് ഉണ്ട്. എബവ് ഓൾ ഇതിനേക്കാൾ ഒക്കെ പുറമെയായിട്ട് നമുക്ക് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് ലയൺസ് ക്ലബിന് ഈ പ്രദേശ ജനങ്ങൾ കാണുവാനായിട്ട് സാധിക്കണം. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KK ഗോപിനാഥൻ അധ്യക്ഷനായി. KK ബാബുരാജ്, സണ്ണി മാധവ്, റീജിയണൽ ചെയർപേഴ്സൺ PN സുജിൻ, സോൺ ചെയർപേഴ്സൺ ജോസ് പോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാന്ദ്ര സാനുവിന്റെ നേതൃത്വത്തിൽ വെസ്റ്റേൺ മ്യൂസിക് അരങ്ങേറി. അഞ്ചരപ്പവന്റെ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകിയ മാതൃകയായ ലക്ഷ്മിക്കും 1 ലക്ഷം രൂപ തിരികെ നൽകിയ ധനോജിനും തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ അനുമോദനം സംഘടിപ്പിച്ചു. ജില്ലാ നോഡൽ ഓഫീസർ DYSP CR സേവ്യർ ഇവർക്ക് പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. കാപട്യം നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ, തീരെ ആത്മാർത്ഥതയില്ലാത്ത, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ ദീപങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കത്തി നിൽക്കുന്ന 2 തീജ്വാലകളാണ്, തീനാളങ്ങളാണ് ലക്ഷ്മിയും ധനോജും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ സംസ്കാര സമ്പന്നമാണ് നമ്മുടെ നാട്. PTA പ്രസിഡന്റ് ഇബ്നു ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, VHSC പ്രിൻസിപ്പൽ ദത്തൻ മാസ്റ്റർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ അനിൽകുമാർ, HM ഗോപിനാഥ്, SPC കോർഡിനേറ്റർ CPO ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹായത്തോടുകൂടി ഗവൺമെന്റ് ഹൈസ്കൂളുകളിലെ 50 കുട്ടികൾക്ക് 5 കോഴികളും തീറ്റയും വിറ്റമിൻ, ലിവർ ടോണിക്, വിരമരുന്ന് എന്നിവയും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ NR ഹർഷകുമാർ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ സിന്ധു സന്തോഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ ഗോപിനാഥ്, വെറ്റിനറി ഡോക്ടർ B വിനോദ് എന്നിവർ പങ്കെടുത്തു.
കയ്പമംഗലം കാരാപ്പുള്ളി ധർമ്മശാസ്ത്ര നവഗ്രഹ ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് ആഘോഷം നടത്തി. കയ്പമംഗലം ദേവമംഗലം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർത്തിക വിളക്കും പൊങ്കാലയും നടത്തി. ചരമവാർത്ത. ബ്യൂട്ടി സിൽക്സ് സ്ഥാപന ഉടമ എടമുട്ടം പൂവാംപറമ്പിൽ സെയ്ദ് മുഹമ്മദ് ഹാജി നിര്യാതനായി. 76 വയസ്സായിരുന്നു. ആമിന, ഉമൈവ എന്നിവർ ഭാര്യമാരാണ്. മുബാറക്, റഫീഖ്, ഫിറോസ്, റാഫിഖ്, ഷെഫീഖ്, നസീബ് എന്നിവർ മക്കളാണ്. ഖബറടക്കം പാലപ്പെട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ TKS പുരത്ത് പാചകവാതക സിലിണ്ടർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചേർത്തല തുറവൂർ സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. എടത്തിരുത്തി ചൂലൂരിൽ ഫ്രിഡ്ജിൽ നിന്നും തീ പടർന്ന് അടുക്കള കത്തിനശിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ 58ാം ചരമദിനത്തിൽ ഭാരതീയ പട്ടികജന സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂട്ട ഉപവാസം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.